നമസ്കാരം. സിറിയയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അത്ര സുഖകരമായ കാഴ്ചകളല്ല. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു കുഴിച്ചുമൂടിയ കുഴിമാടങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഹിറ്റ്ലർക്ക് ശേഷം ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ബാഷർ അൽ അസാദിൻ്റെ കീഴിലായിരിക്കും. ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTSന്റെ നേതൃത്വത്തിലുള്ള വിമതസേന സിറിയയുടെ ഭരണം പിടിച്ചെടുത്തതോടെയാണ് അസദിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവുകൾ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിനടുത്ത് കണ്ടെത്തിയ 5 വലിയ കുഴിമാടങ്ങളിൽ നിന്ന് 1,00,000-ലേറെ പേരെ കൊന്നു കുഴിച്ചുമൂടിയതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. പരിശോധനകൾ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നടക്കുന്നത്. അസദിന്റെ ക്രൂരതയുടെ തെളിവുകൾ ഇനിയുമേറെ ലഭിക്കാനിരിക്കുന്നു. ഇതുവരെ ലഭിച്ചതിൽ സിറിയൻ പൗരന്മാരെ മാത്രമല്ല വിദേശ പൗരന്മാരെ പോലും കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടിയതിന്റെ തെളിവുകളുണ്ടെന്ന് സിറിയൻ എമർജൻസി ടാസ്ക് ഫോഴ്സ് പറയുന്നു. അസദ് ഭരണകൂടത്തിന്റെ കാലത്ത് അരങ്ങേറിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികൾക്കെല്ലാം കഠിനമായ ശിക്ഷ നൽകുമെന്നും HTSന്റെ നേതൃത്വം വ്യക്തമാക്കി. 2011 അറബ് വസന്തത്തിന്റെ ഭാഗമായി സിറിയയിലെ ബാഷർ അൽ അസാദിന്റെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമായത്. ഈ പ്രക്ഷോഭങ്ങളെ അസദിന്റെ ഭരണകൂടം ശക്തമായി അടിച്ചമർത്താൻ തുടങ്ങിയതോടെ രാജ്യം രക്തരൂഷിതമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സിറിയക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി അസദിനെതിരെ അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കസ്റ്റഡി പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ സിറിയയിലെ നിരവധി ജയിലുകളിൽ അരങ്ങേറിയ ക്രൂരതകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു. ഇതിൽ തന്നെ സത്നയ ജയിലിൽ അരങ്ങേറിയ ക്രൂരതകൾ ഏവരെയും ഞെട്ടിച്ചിരുന്നു. ഇത്തരം ജയിലുകളിൽ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവരെയാണ് ഈ വലിയ കുഴിമാടങ്ങളിൽ കുഴിച്ചുമൂടിയത്. സിറിയൻ എയർഫോഴ്സിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിനായിരുന്നു ജയിലുകളിൽ നിന്നും സൈനിക ഹോസ്പിറ്റലുകളിലേക്കും അവിടെ നിന്നും മൃതദേഹങ്ങൾ മാറ്റുന്നതിനുള്ള ചുമതല. ആശുപത്രികളിൽ നിന്നും ശീതീകരിച്ച ട്രാക്ടറുകളിൽ എത്തിക്കുന്ന മൃതദേഹം ഇറക്കുന്നതിന്റെ ചുമതല ദമാസ്കസ് മുനിസിപ്പൽ ഫ്യൂണറൽ ഓഫീസിനായിരുന്നു. ഇവിടെ ജോലി ചെയ്യുകയും പിന്നീട് രക്ഷപ്പെടുകയും ചെയ്ത ചിലരിൽ നിന്നാണ് കുഴിമാടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. 2012-നും 2014-നും ഇടയിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിനടുത്ത് വലിയ തോതിലുള്ള കുഴിയെടുക്കൽ ആരംഭിച്ചതായും 2022 വരെ അത് തുടരുകയും ചെയ്തതായി ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഈ വിവരങ്ങളെ ഇപ്പോൾ ലഭിച്ച തെളിവുകളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ട ആ വലിയ കുഴികളിലാണ് കൊല്ലപ്പെട്ട മനുഷ്യരെ കൂട്ടത്തോടെ കുഴിച്ചു മൂടിയിരുന്നതെന്ന്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി സിറിയയിലെ വിവിധ ജയിലുകളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരങ്ങളാണ്. തടവിലായതിനു ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ടില്ലാത്ത ഇവർക്ക് അവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. സിറിയയിൽ ഇതേവരെ കണ്ടെത്തിയത് 10,000-കണക്കിന് ശവശരീരങ്ങളാണ്. അവ പല രൂപത്തിലുള്ളവയാണ്, അഴുകിയതും അല്ലാത്തതുമൊക്കെ. മൃതശരീരങ്ങളിലെ ക്രൂര പീഡനങ്ങളുടെ പാടുകൾ അത് കാണുന്നവർക്കൊക്കെ നടുക്കുന്ന കാഴ്ചയാണ്. സിറിയയിലെ ജയിലുകളും അതിലരങ്ങേറുന്ന ക്രൂരതകളും അയൽ രാജ്യക്കാർക്ക് പോലും ഭീതിജനകമായിരുന്നു. അത്തരത്തിലുള്ള ഭീതി ജനങ്ങൾക്കിടയിൽ പരത്തിക്കൊണ്ടാണ് അരനൂറ്റാണ്ടിലേറെ അസദിന്റെ കുടുംബം സിറിയ ഭരിച്ചത്. സ്വന്തം ജനതയ്ക്കെതിരെ പല പ്രാവശ്യം രാസായുധം പ്രയോഗിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണവും അസദ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് 2013 ഗൗട്ടയിൽ സരിൻ എന്ന വിഷവാതകം ഉപയോഗിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ക്രൂരമായ നടപടികളിലൂടെ തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്ന ഏകാധിപതിയായിരുന്നു ബാഷർ അൽ അസാദ്. ബാഷറും അച്ഛൻ ഹാഫിസിനെ പോലെ തന്നെയാണ് സിറിയ ഭരിച്ചത്. ആദ്യമൊക്കെ നല്ല കുറേ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും നടപ്പിലാക്കിയത് ക്രൂരമായ അടിച്ചമർത്തലുകൾ മാത്രം.